നിത്യനായ ദൈവം ആദ്യമായി സൃഷ്ടിച്ചത് വെളിച്ചത്തെയാണ്. ആ വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. എന്താണ് ഈ വെളിച്ചം? ഇരുള് മാറ്റുന്നതാണ് വെളിച്ചം. ഈ ഭൂമി ഉളവാകുന്നതിന് മുമ്പും ഇവിടെ അന്ധകാരം വ്യാപരിച്ചിരുന്നുവെന്ന് നാം തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. നമ്മുടെ ജീവിതത്തെ പാഴും ശൂന്യവുമാക്കി തീർക്കുന്ന ഒരന്ധകാരം, ഇരുളിൻ്റെ വ്യാപാരം ഇന്ന് അനേകം വ്യക്തികളിലും കുടുംബങ്ങളിലും വാഴുന്നു. ഒരു കരയേറ്റം കിട്ടുന്നില്ല. അധ്വാനമുണ്ട്, അധ്വാനിക്കാഞ്ഞിട്ടല്ല. ഒരുപാട് അധ്വാനിക്കുന്നു, പകൽ എന്നെ അധ്വാനിക്കുന്നു, പക്ഷെ ബാലൻസ് ഒന്നുമില്ല, കൈ ചോരുന്നു. അങ്ങനെ ജീവിതത്തിൽ എന്നും കടബാധയിൽ കഴിയുന്നവർ, എന്നും രോഗം, എന്നും കുടുംബത്തിൽ അസ്വസ്ഥത, എന്നും കുടുംബത്തിൽ ഭിന്നത, കുടുംബത്തിൽ ഇങ്ങനെ ഒരു അസ്വസ്ഥതമായ അന്തരീക്ഷം, ഇങ്ങനൊരു മൂകത തളം കെട്ടി നിൽക്കുന്നു. ആളുകളുണ്ട്, പക്ഷേ ഓരോരുത്തർ അവരവരുടെ ലോകത്താണ്. അപ്പൻ അപ്പൻ്റെ ലോകത്ത്, മകൻ മകൻ്റെ ലോകത്ത്, ഭാര്യ ഭാര്യയുടെ ലോകത്ത്, മക്കൾ മക്കളുടെ ലോകത്ത്, ഇങ്ങനെ ഓരോരുത്തർ അവരവരുടെ ലോകത്ത്. കുടുംബത്തിൽ ഐക്യമില്ല, സ്നേഹമില്ല, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നില്ല, ഒരുമിച്ച് മിണ്ടുന്നില്ല. എല്ലാത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നത് ഒരു ദുഷ്ടപിശാചാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇതാ മദ്യപിച്ച് തുടങ്ങുന്നു, വെറുതെ ഒരു കമ്പനിക്ക് വേണ്ടി, കൂട്ടുകാരോടൊത്ത് ഒരു രസത്തിന് വേണ്ടി. പക്ഷേ മദ്യത്തിൻ്റെ അടിമകളായി പോകുന്നു. മദ്യത്തിന് അഡിക്റ്റായി കിടക്കുന്നവര് എനിക്കറിയാം. എനിക്ക് വളരെ അടുപ്പവും എനിക്ക് വളരെ സ്നേഹമുള്ള ചിലരില്ല. ഒരു 1-2 മാസം മദ്യപിക്കാതിരിക്കും. പിന്നീട് അങ്ങ് മദ്യപിച്ചാൽ പിന്നെ അവർ ഒരു 8-10 ദിവസം അങ്ങ് ഭയങ്കര മദ്യത്തിന് അടിമകളാവുന്നു. ഭക്ഷണം കഴിക്കുകയില്ല, കിട്ടിയ പണം മുഴുവൻ ചെലവഴിച്ച് കളയുന്നു. നശിപ്പിക്കുന്ന ഒരു ദുഷ്ടപിശാചാണ്. ഒരു മദ്യപാനം നാം കാണുന്നതിൽ ഉപരിയായി അതിന് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാരത്തിൻ്റെ വ്യാപാരമുണ്ട്. ഇങ്ങനെ ലോകത്തിലേക്ക് നോക്കിയാൽ എത്ര കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദൈവം വെളിച്ചം നല്ലതെന്ന് കണ്ടുവെങ്കിൽ നാമും വെളിച്ചം നല്ലതാണെന്ന് കാണണം, അത് അംഗീകരിക്കണം. നാമും ഇരുട്ടിലേക്ക് പോകരുത്, പാപത്തിലേക്ക് പോകരുത്. പാപം ഇരുളാണെന്ന് അംഗീകരിച്ച്, അത് ദൈവത്തിന് വിരുദ്ധമാണെന്ന് അംഗീകരിച്ച് നാം വെളിച്ചത്തോട് ചേർന്ന് നിൽക്കണം.